ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ UDF ഒരു ചരിത്ര വിജയം നേടാൻ പോവുകയാണ്. കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ചും ഈ ശബരിമലയുടെ പശ്ചാത്തലത്തിൽ സർക്കാരിനോടും സർക്കാരിന് നേതൃത്വം കൊടുക്കുന്നവരോടും കടുത്ത പ്രതിഷേധത്തിലാണ്. ഇനിയും ശബരിമല കൊള്ള നടത്തിയ ആളുകളെ ഇനിയും കയ്യാമം വെച്ച് ജയിലിൽ അടക്കേണ്ടിയിരിക്കുന്നു. അവരെ സംരക്ഷിക്കുന്ന നിലപാട് ഗവൺമെൻറ് സ്വീകരിക്കുന്നു. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, അയ്യപ്പനോട് കളിച്ചിട്ടുള്ളവരാരും രക്ഷപ്പെട്ടിട്ടില്ല. വിലക്കയറ്റം കൊണ്ടും തൊഴിലില്ലായ്മ കൊണ്ടും കഷ്ടപ്പെടുന്ന കേരളത്തിലെ ജനങ്ങൾ ഈ സർക്കാരിന് എങ്ങനെ വോട്ട് ചെയ്യാൻ കഴിയും? സർക്കാർ വിരുദ്ധ വികാരം വളരെ ശക്തമാണ്. ശബരിമല ഒരു വലിയ വിഷയം തന്നെയാണ്. കോടാനുകോടി വരുന്ന ഭക്തജനങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തിയ ഒരു സംഭവമാണിത്. ഇനി നാളെ 10-ാം തീയതി ഞാൻ ഇത് സംബന്ധിച്ചുള്ള എനിക്ക് കിട്ടിയ വിവരങ്ങൾ SITക്ക് ഞാൻ നൽകുന്നതാണ്. നാളെ 11 മണിയോടുകൂടി എൻ്റെ കയ്യിലുള്ള എല്ലാ വിവരങ്ങളും ഞാൻ SITക്ക് നൽകും. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കോടാനുകോടി വില വരുന്ന ഒരു ആൻറ്റിക് ആയിട്ട് ഇത് വിറ്റിരിക്കുന്നു. ഇത് ഇതുവരെ കണ്ടുപിടിച്ചില്ലോ എവിടെയാണെന്ന്. ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ. എന്താ കഴിയാത്തത്? ഇത് അന്തർദേശീയ മാർക്കറ്റിലേക്ക് പോയിരിക്കുന്നു. അതിൻ്റെ വിശദാംശങ്ങളാണ് നാളെ എനിക്ക് കിട്ടിയ വിവരങ്ങൾ, തെളിവുകളല്ല, ആ വിവരങ്ങൾ ഞാൻ SITക്ക് മുമ്പാകെ പറയും. മന്ത്രി അറിയാതെ ഇതൊന്നും നടക്കില്ല. അത് അന്വേഷണത്തിലൂടെ പുറത്തു വരും. മന്ത്രിമാരെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി ഇപ്പോൾ ശ്രമിക്കുകയാണ്. ശബരിമലയിൽ കൊള്ള നടന്ന യഥാർത്ഥ കള്ളന്മാർ രക്ഷപ്പെടാൻ പാടില്ല. അതുകൊണ്ട് മന്ത്രിമാരടക്കമുള്ളവരുടെ പേരിൽ നടപടി ഉണ്ടാകണം, അറസ്റ്റ് ഉണ്ടാകണം, യഥാർത്ഥ വസ്തുതകൾ ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരണം.